ഒരു കുടുംബം പുതിയതായി ഒരു ബംഗ്ലാവ് വാങ്ങി അവിടെ താമസിക്കാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്ന് അവർക്ക് എന്തു മനസ്സിലായെന്നാൽ, അതായത് ആ വീട് ഇപ്പോഴും കിറുക്ക് പിടിച്ച ഒരു ഫാമിലി ആത്മാവിന്റെ കൈകാര്യത്തിലാണ് ഉള്ളതെന്ന്. ഭാര്യയും മകളും അത് കടന്നു വന്നതും തന്നെ ബംഗ്ലാവ് തന്റെ പഴയ മുതലാളിയുടെ അതേ മോശമായ പ്രവൃത്തി കാരണം മുഴുവൻ ഫാമിലിയെയും അത് വിഴുങ്ങി. ഏതോ പഴയ സ്വഭാവം ഓരോ വൈകുന്നേരവും തിരികെ വരുന്നത് പോലെ പല ബംഗ്ലാവുകൾക്കിടയിൽ കെട്ടപ്പെട്ട ആ ഒരു ബംഗ്ലാവ് ഒരുപാട് വർഷങ്ങളായി വളരെ ശാന്തമായിരുന്നു. ആ ബംഗ്ലാവിന് പുറത്തുള്ള ആ തനിച്ചിരിക്കുന്ന പഴയ ബൾബ് തന്റെ അവസ്ഥ മറച്ചിരിക്കാണ്. ആ കണ്ണടയിൽ പതിഞ്ഞിരിക്കുന്ന പൊടി അകത്തുള്ള കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് വാക്ക് നൽകുന്നത് പോലെയുണ്ട്. കുറച്ചു സമയത്തിന് ശേഷം അവിടേക്ക് ഒരു കാറ് വന്നു. ആ കാറിൽ നിന്നും ആര്യൻ, ശില്പ, പിന്നെ അവരുടെ 20 വയസ്സ് പ്രായമുള്ള മകൾ താനിയും വന്നു. കാറ്റിന് അനക്കമില്ലായിരുന്നു. പക്ഷെ സാഹചര്യം എങ്ങനെയായിരുന്നെന്നാൽ ആ വീട് തന്റെ ഉള്ളിൽ എന്തോ മറച്ചു വെച്ചിരിക്കുന്നത് പോലെ ആയിരുന്നു. പല വർഷങ്ങളായി ഒന്നും തന്നെ മിണ്ടാതെ ശില്പ പെട്ടെന്ന് നേരെ ആ പഴയ ബൾബിനെ ശ്രദ്ധിച്ചു. അവൾ പെട്ടെന്ന് നന്നായി ശ്വാസം വലിക്കാൻ തുടങ്ങി. അവൾക്കെന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നി. വളരെ വിചിത്രമായിരിക്കുന്നു. ഈ ബംഗ്ലാവ് വളരെ ഭംഗിയായിരിക്കുന്നു. പക്ഷെ പുറത്തെന്തിനാണ് ഈ പഴയ ബൾബ് ഇട്ടിരിക്കുന്നത്? സംസാരിക്കുന്നു. ഈ ബംഗ്ലായുടെ ഓണർ വളരെ സ്ട്രിക്റ്റ് ആയ ആളാണ്. കുറേ പാത ആലോചനകൾ ഉള്ളവരാണ്. ഒരുപക്ഷെ നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ചാണ് പറയുന്നത്. ജനങ്ങളൊക്കെ അദ്ദേഹത്തെ ഫാമിലി മാൻ എന്ന് പറഞ്ഞ് കളിയാക്കുമല്ലോ. അതെ അതെ, അതേ കഥയാണ്. ശില്പയുടെ മുഖം വാടിപ്പോയി. അവളുടെ കണ്ണുകളിൽ ചെറിയ വെറുപ്പ് വന്നു തുടങ്ങി. അകത്തേക്ക് കയറിയതും ശില്പ ഞെട്ടിപ്പോയി. വീട് 5 വർഷം മൂടി വെച്ചിരുന്നിട്ട് പോലും 5 വർഷം ആ ബംഗ്ലാവ് മൂടിയിരുന്നത് പോലെ അല്ലായിരുന്നു. അകത്ത് ഒരു ഭാഗത്തും ഒരു ചെറിയ പൊടി പോലും ഇല്ലായിരുന്നു. അതായത് അവിടെ ആരും ആ സാധനങ്ങളെ തൊട്ടതുപോലെ തോന്നിയില്ല. എല്ലാ സാധനങ്ങളും പഴയ സ്ഥലത്ത് അങ്ങനെ തന്നെയായിരുന്നു. ഏതോ ഒരു പഴയ തുടർച്ച ഇപ്പോഴും തുടരുന്നത് പോലെ ആയിരുന്നു. അച്ഛാ, ഞാൻ മുകളിൽ ചെന്ന് നോക്കിയിട്ട് വരാം. താനി ആ പടിക്കെട്ടിനടുത്തേക്ക് ചെന്നു. ഈ ബംഗ്ലാവ് എത്ര വർഷങ്ങളായി മൂടിയിരിക്കുന്നു? അതെ, ഒരു 2 കൊല്ലങ്ങളായിട്ട്. പക്ഷെ ശ്രദ്ധിച്ചോ, ദിവസവും ആരോ വന്ന് വൃത്തിയാക്കി വെച്ചതുപോലെ ഇരിക്കുന്നു അല്ലേ? ഇത് മൂടിയിരുന്ന ബംഗ്ലാവ് പോലെയേ ഇല്ല. ഇക്കാര്യത്തിനെ ഞാനും നോട്ടീസ് ചെയ്തു. കുറച്ചു ക്ഷണങ്ങൾ ശില്പയുടെ വിശ്വാസം നഷ്ടപ്പെട്ടതുപോലെ തോന്നി. ഈ ബംഗ്ലാവ് വാങ്ങരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ശില്പ. എൻ്റെ ബിസിനസ്സിൽ എത്ര വലിയ നഷ്ടമുണ്ടായെന്ന് നിനക്ക് തന്നെ അറിയുമല്ലോ. നമ്മളുടെ പഴയ ബംഗ്ലാവിനെ 10 കോടിക്ക് വിൽക്കാനുള്ള ആവശ്യം വന്നു. ഈ വീട് കുറഞ്ഞ വിലയിലാണ് എനിക്ക് കിട്ടിയത്. പിന്നെ നിങ്ങൾ ആ ഫാമിലി മാന്റെ കഥ മറന്നുപോയി. കമോൺ ശില്പ, അവൻ ഒരു മണ്ടനാണ്. അദ്ദേഹത്തിന്റെ പഴയ ആലോചനകൾ കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടിയും അവനെ വിട്ടുപോയി. ആ വിഷമത്തിൽ തന്നെ അദ്ദേഹവും പ്രാണം വിട്ടു. പണ്ടൊരു സമയത്ത് ഈ ബംഗ്ലാവ് ഗൗരവ് ദേശ്മുഖ് എന്ന പേരുള്ള ഒരാളുടെ വീടാണ്. അത്ര നല്ല മനുഷ്യൻ. അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങൾ കാലത്തിനേറ്റതുപോലെ മാറിയതേ ഇല്ല. അദ്ദേഹം തന്റെ മകളെയും ഭാര്യയും ഒരുപാട് സ്നേഹിച്ചിരുന്നു. പക്ഷെ ആ സ്നേഹം സമയത്തിന് ഏതോ ബന്ധം പോലെ ഭാരം അധികമായി. ഗൗരവിന്റെ ലോകം വളരെ സ്ട്രിക്റ്റ് ആയതായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രായമുള്ള മകൾ കോളേജിലേക്ക് പോവുകയായിരുന്നു. അതും അവൾ തനിച്ചല്ല. ദിവസവും അദ്ദേഹം അവളെ കോളേജിലേക്ക് കൊണ്ടുപോകും, പിന്നെ തിരികെയും കൊണ്ടുവരും. അത് വെറും സങ്കടം മാത്രമല്ല, അതൊരു സ്ട്രിക്റ്റ് ആയി മാറി. ഭയങ്കര സ്ട്രിക്റ്റ്. അവളുടെ അടുത്ത് ഏതെങ്കിലും ഒരു ചെറുക്കൻ നിൽക്കുന്നത് കണ്ടാൽ മതി, ഉടനെ ഗൗരവ് തന്റെ മകളെ സംശയിക്കാൻ തുടങ്ങും. ചില സമയങ്ങളിൽ വിഷയം പോലീസ് സ്റ്റേഷൻ വരെ എത്തിയിരുന്നു. ലോകം വളരെ മോശമാണെന്ന് അദ്ദേഹം സമ്മതിച്ചു. പക്ഷെ അദ്ദേഹം തനിച്ച് തന്റെ ഫാമിലി വളരെ നന്നായി സൂക്ഷിക്കണമെന്ന് കരുതി. ഇങ്ങനത്തെ പ്രവൃത്തി പതുക്കെ പതുക്കെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും രണ്ടുപേരും ആർക്കും അറിയാത്ത ഒരു മുറിയിൽ കൂട്ടിയിട്ടതുപോലെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അവിടെ ജനാലകൾ ഉണ്ടായിരുന്നു, പക്ഷേ തുറന്നിട്ടേ ഇല്ല. പുറത്ത് പ്രകാശമുണ്ടായിരുന്നു, പക്ഷെ അകത്തേക്ക് വരുന്നില്ല. ഒരു ദിവസം രണ്ടുപേരും തീരുമാനിച്ചു, മിണ്ടാതെ ആ വീട്ടിൽ നിന്ന് പോകാമെന്ന്. പുറകിലോട്ട് തിരിഞ്ഞു നോക്കാതെ ഗൗരവ് വീട്ടിലേക്ക് തിരികെ വന്നു. വീട്ടിൽ ആരും തന്നെ ഇല്ല. കിടക്ക അങ്ങനെ തന്നെയായിരുന്നു. വസ്ത്രങ്ങളൊക്കെ അങ്ങനെ തന്നെ കിടന്നു. ഒരു ശബ്ദവും ഇല്ല. അദ്ദേഹം തന്റെ ഭാര്യയുടെ പേര് പറഞ്ഞു വിളിച്ചു. മകളുടെ പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരുന്നു. ആ വീട് മുഴുവൻ ശാന്തത മാത്രം നിറഞ്ഞിരുന്നു. അതായത് ആ വീട് തന്നെ പറയുന്നത് പോലെ നിങ്ങൾ സമയം പാഴാക്കിയെന്ന്. പിന്നെ അദ്ദേഹം വല്ലാതെ മനസ്സുടഞ്ഞു പോയി. അദ്ദേഹത്തിന്റെ മനസ്സിൽ ബാക്കിയുണ്ടായിരുന്നത് വെറും ഇരുട്ട് മാത്രമല്ല, ഏതോ ഒരു രീതിയിലുള്ള ശാന്തതയുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തന്നെ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ അവസാനം ഒരു ദിവസം ഗൗരവ് ദേശ്മുഖ് അതേ ബംഗ്ലാവിൽ തന്റെ ജീവൻ വെടിഞ്ഞു. പക്ഷെ അതിനുശേഷം പോലും
ഈ വീട് മുഴുവനായി ഗാലിയായിട്ടേ ഇല്ല. ആ വീട് പ്രവൃത്തികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ആ മുതലാളിയുടെ പ്രവൃത്തികൾ ഒരിക്കലും നശിക്കാറില്ല. അത് തന്റെ സ്ഥലങ്ങൾ മാറ്റുന്നു, അത്രയേ ഉള്ളൂ. ആ ബംഗ്ലാവിൽ അകത്ത് സമാധാനമില്ലായിരുന്നു. അതെങ്ങനെയായിരുന്നെന്നാൽ അത് ഓരോ പുതിയ ശബ്ദത്തെയും തന്റെ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെയായിരുന്നു. താനിയുടെ പതുക്കെയുള്ള കാലടി ശബ്ദം പോലും മറ്റാരുടേതോ പോലെ ആയിരുന്നു. വീടിന്റെ പഴയ പ്രവൃത്തികൾ അതിന് ഒട്ടും ഇഷ്ടമായില്ല. താനെ തിരികെ വന്ന് പറഞ്ഞു, ഡാഡി, എനിക്ക് ഈ ബംഗ്ലാവ് ഒരുപാട് ഇഷ്ടമായി. മാർക്കറ്റിൽ നിന്നും ഭക്ഷണം വാങ്ങിക്കൊണ്ട് വന്നു. അതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ല. പിന്നെ വീടും വളരെ ക്ലീൻ ആയിട്ടുണ്ട്. അന്ന് രാത്രി എല്ലാരും ഉറങ്ങി. പക്ഷേ ആ ബംഗ്ലാവ് ഉണർന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. രാവിലെ വെളിച്ചം വീട്ടിനകത്തേക്ക് കയറി. പക്ഷേ ചുമരുകളിൽ കണ്ട നിഴൽ അങ്ങനെ തന്നെയായിരുന്നു. ആരോ രാത്രി മുതൽ അത് പോകാൻ അനുവദിക്കാത്തതുപോലെ. ചുറ്റുപാട് വളരെ തെളിഞ്ഞിരുന്നു. പക്ഷെ അകത്ത് എന്തോ നിറഞ്ഞിരിക്കുന്നത് പോലെ മറഞ്ഞിരിക്കുകയാണ്. വളരെ പഴയൊരു പേടി അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഓഫീസിലേക്ക് പോകുന്നു. വൈകിട്ട് വേഗം വരുന്നു. അദ്ദേഹം ചെന്നതും വീട്ടിലെ ഗാലിയായ സ്ഥലത്ത് ഒരു വലിയ ശാന്തത നിറഞ്ഞിരുന്നു. ഏതോ ഭൂകമ്പം സംഭവിച്ചതുപോലെ. ശില്പ അടുക്കളയിൽ സ്വയം മറന്ന് പാത്രങ്ങൾ എടുത്തു വയ്ക്കുകയായിരുന്നു. പക്ഷെ വീടിന്റെ ശാന്തത, എല്ലാ ശബ്ദങ്ങളും തെളിവായി കേൾക്കാമായിരുന്നു. അപ്പോഴാണ് താനിയ വന്നത്. വളരെ സാധാരണമായി, ഒന്നും അറിയാതെ. ഞാൻ ഗോവയിൽ നിന്നും ഷോർട്ട് ഡ്രസ് കൊണ്ടുവന്നല്ലോ, അത് ഞാൻ ട്രൈ ചെയ്യട്ടെ? ട്രൈ ചെയ്യേണ്ട ആവശ്യം എന്താണുള്ളത്? നീ ഇട്ടോളൂ, ഞാൻ മാർക്കറ്റിലേക്ക് പോവുകയാണ്, എന്റെ കൂടെ വാ. താനിയ ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് ചെന്നു. റൂം ശാന്തമായിരുന്നു, വളരെ ശാന്തമായി. കണ്ണാടി നോക്കി താനിയ ചിരിക്കുകയായിരുന്നു. പക്ഷെ അവളുടെ പുറകിൽ വേറെ എന്തോ ഉണ്ടായിരുന്നു. ഒരു കാലിയായ സ്ഥലം പെട്ടെന്ന് നിറഞ്ഞതുപോലെ ഉണരാൻ തുടങ്ങി. ഒരു തണുത്ത കൈ അവളുടെ തോളത്ത് വന്നുകൊണ്ടു. താനിയ തിരിഞ്ഞു നോക്കി. അതിന്റെ മുഖം അത്രയ്ക്ക് വീർത്തിരുന്നു. അതായത് തൂക്കിലിട്ട ശരീരം. കണ്ണുകളൊക്കെ പുറത്തു വന്ന് ചുണ്ടുകളിലും കണ്ണുകളിലും ഉണങ്ങിയ രക്തം. പിന്നെ കാഴ്ചയിൽ ഭയങ്കര വെറുപ്പ്. ആരാണ് നീ? ആലോചനയുള്ള കുട്ടികൾ ഈ സമുദായത്തിനെ തന്നെ വീണടിച്ചു വെക്കുന്നു. അവന്റെ കൈകൾ താനിയുടെ കഴുത്തിൽ പിടിച്ചു. വളരെ സ്ട്രോങ് ആയി, വളരെ തണുപ്പായി. താനിയ ഒരുപാട് അദ്ദേഹത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനായി ശ്രമിച്ചു. ആ മുറിയിൽ നിന്നും ഒരേ ഒരു ശബ്ദമാണ് വന്നത്, ശ്വാസം നിലയ്ക്കുന്ന ശബ്ദം. കുറച്ചു സമയത്തിനകം അവളുടെ ശ്വാസം നിലച്ചുപോയി. ആ മുറി വീണ്ടും ശാന്തമായി. പക്ഷേ ഇത്തവണ മരണത്തോടൊപ്പം. ശില്പ അടുക്കളയിൽ നിന്നും വന്നുകൊണ്ട് അവളെ വിളിച്ചു. താനിയ, ഇനിയും നീ റെഡിയായില്ലേ? മാർക്കറ്റിലേക്ക് പോകാൻ സമയമായി. മുകളിൽ നിന്നും ഒരു കാലടി ശബ്ദം കേട്ടു. പതുക്കെ പതുക്കെ ഉച്ചത്തിൽ. അതെങ്ങനെയായിരുന്നെന്നാൽ ആരുടെ ശരീരമോ അവരുടെ വെയിറ്റ് കാരണം മുറിയുന്നത് പോലെ. ശില്പ മുകളിലോട്ട് നോക്കി. അവൾ അത് കണ്ടപ്പോൾ അവൾക്ക് ശ്വാസം നിലയ്ക്കുന്നത് പോലെയായി. അതേ മനുഷ്യൻ അവളുടെ മുൻപിൽ നിൽക്കുകയായിരുന്നു. ആരാണ് നീ? ഈ ബംഗ്ലാവ് എന്റെ കുടുംബമാണ്. ഇവിടെ എന്റെ പഴക്കങ്ങളാണ് നടക്കണം. എന്റെ കുടുംബത്തിന്റെ പെൺകുട്ടികൾ ഷോർട്ട് ഡ്രസ് ഇടാൻ പറ്റില്ലായിരുന്നു. പിന്നെ വീട്ടിലെ ഉള്ള പെണ്ണുകൾ മാർക്കറ്റിലേക്ക് പോവില്ല. ഇത് ആൺകളുടെ പണിയാണ്, പെണ്ണുകളുടേതില്ല. അവൻ ശില്പയുടെ കഴുത്തിൽ പിടിച്ചു. അവന്റെ പിടി മനുഷ്യന്റെ പിടിയല്ല, വളരെ സ്ട്രോങ് ആയ പ്രേതത്തിന്റെ പിടിയെ പോലെ. ശില്പ എങ്ങനെയോ രക്ഷപ്പെട്ട് മുകളിലേക്ക് ഓടി. അവൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവളിലെ രക്തം ഉറഞ്ഞതുപോലെയായി. താനി അവിടെ മരിച്ചു കിടന്നു. അവളുടെ കണ്ണുകളിൽ അവസാനമായി പേടിച്ച പേടിയുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിലെ പ്രകാശം ആരോ മായ്ച്ചതുപോലെയായിരുന്നു. ശില്പയ്ക്ക് നിലവിളിക്കാൻ പോലും ആയില്ല. അവളുടെ കഴുത്തെ ഞെരിഞ്ഞിരുന്നു. അവൾ അവിടെ നിന്നും മൂന്നാമത്തെ മുറിയിലേക്ക് ഓടി. ആ മുറി വളരെ ഇരുട്ടായിരുന്നു. പക്ഷെ മുകളിൽ തൂങ്ങിക്കിടന്ന ശരീരം തെളിവായി കാണാൻ സാധിച്ചു. തൂങ്ങിക്കിടക്കുകയായിരുന്നു ഗൗരവ് ദേശ്മുഖ്. അവന്റെ കഴുത്ത് ഞെരിഞ്ഞ് മുഖം നീല നിറത്തിൽ, കണ്ണുകൾ പാതി തുറന്നിരിക്കുന്നു. അതായത് മരണത്തെ തുറച്ചു നോക്കുന്നത് പോലെ. പെട്ടെന്ന് ഉടഞ്ഞുപോയ ഒരു ലേഡിയുടെ ശബ്ദം അവന്റെ ചെവിയിൽ കേട്ടു. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോ. ആരാണ് നീ? ആരാണ് നിന്റെ മകളെ കൊന്നത്? അവന്റെ ഭാര്യയാണ് ഞാൻ. എല്ലാരും പറയുന്നു ഞങ്ങൾ അദ്ദേഹത്തെ വിട്ടുപോയെന്ന്. പക്ഷെ നേരെന്താണെന്നാൽ ആദ്യം അദ്ദേഹം എന്നെ കൊന്നു, അതിനുശേഷം എന്റെ മകളെ, പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ അടക്കം ചെയ്തു. അതിനുശേഷം അവനും തൂങ്ങി മരിച്ചു. ഇപ്പോൾ അവൻ ഞങ്ങളുടെ ആത്മാവിനെ പോലും ഇവിടെ നിന്നും പുറത്തു പോകാൻ സമ്മതിക്കുന്നില്ല. ആ ശബ്ദം നിലച്ചെന്ന് കഥക് പെട്ടെന്ന് തുറന്നു. ആരോ വീടിന്റെ അവസാനത്തെ വാക്ക് നൽകിയതുപോലെ ഗൗരവ് ദേശ്മുഖ്, അതായത് ഫാമിലി മാൻ,
ഭയങ്കരമായ മുഖത്തോടെ ശില്പയുടെ മുൻപിലായി വന്നു നിന്നു. ഇനി കുറച്ചു സമയത്തിനകം ശില്പയും ആ ചുമരുകളിലെ ഒരു ഭാഗമായി മാറി. മുൻപേ തന്നെ അലറൽ ശബ്ദം കേട്ട സ്ഥലമാണത്. വൈകുന്നേരം ആര്യൻ വീട്ടിലേക്ക് തിരികെ വന്നു. അകത്ത് കാറ്റത്തുണ്ടായിരുന്ന ആ വാട, അത് മരണത്തിന്റെ മണം. അവന്റെ ഭാര്യ, അവന്റെ മകൾ, രണ്ടുപേരും മരിച്ചിരിക്കുന്നു. ആണെന്ന് പറയാൻ നിനക്ക് അർഹതയില്ല. ഒരാണ് തന്റെ ഭാര്യയ്ക്കും മകൾക്കും ഇത്ര ഫ്രീഡം കൊടുക്കില്ല. അവൻ അടുത്തേക്ക് വന്നു. അവൻ ആര്യന്റെ കഴുത്തിൽ പിടിച്ച് പൊക്കി. പിന്നെ അതേ തണുപ്പോടൊപ്പം അവൻ ആര്യന്റെ ജീവനും എടുത്തു. ബംഗ്ലാവ് വീണ്ടും ശാന്തമായി. ഒന്നും അവിടെ സംഭവിക്കാത്തതുപോലെ കതക് തന്നെ മൂടപ്പെട്ടു. പുറത്തിരിക്കുന്ന പഴയ ബൾബ് വീണ്ടും കത്താൻ തുടങ്ങി. അതായത് ആ വീട് ചിരിക്കുന്നത് പോലെ, തന്റെ അടുത്ത കഥയ്ക്കായി കാത്തുകൊണ്ടിരിക്കുന്നത് പോലെ.